കേരള ലോ എൻട്രൻസ് 2026 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എൻട്രൻസ് കമ്മീഷൻ റിലീസ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് അടുത്ത പ്രൊസീജിയർ? ഇനിയും ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റും എൻട്രൻസ് കമ്മീഷണർ റിലീസ് ചെയ്യും. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വരും. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വേണ്ട കോളേജസ് ഓപ്ഷൻസ് ആയി കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഒരു താൽക്കാലിക ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. എന്നിട്ട് അതിനുശേഷം ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഈ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻസ് നടക്കും. ആ അഡ്മിഷൻസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ നോട്ടിഫിക്കേഷൻ വരും. സെക്കൻഡ് അലോട്ട്മെന്റിന് മുന്നേ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത ആളുകളെ മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റ് പരിഗണിക്കൂ. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ താൽക്കാലിക ലിസ്റ്റ് വരും. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. ആ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വെച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻസ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ശേഷിക്കുന്ന സീറ്റുകളിലേക്ക് വേക്കൻസി അലോട്ട്മെന്റും അതുപോലെ തന്നെ വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെന്റുകളും നടക്കുകയാണ് ചെയ്യാറുള്ളത്. കൂടുതൽ ലീഗൽ അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.